ചാമ്പ്യൻസ് ട്രോഫി പൂർത്തിയായി. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലെ മികച്ച 11 കൂടി തെരഞ്ഞെടുത്തിരിക്കുകയാണ് ICC. ഇന്ത്യയിൽ നിന്ന് 6 താരങ്ങൾ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 12-അംഗ ടീമിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ന്യൂസിലാൻഡിൽ നിന്ന്, അതായത് റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ന്യൂസിലാൻഡിൽ നിന്ന് 4 താരങ്ങൾ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 2 താരങ്ങൾ. വളരെ ഇതാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സർപ്രൈസ്. ഇത് ഇപ്പോൾ ഏകദിനത്തിലൊരു മികച്ച പ്രകടനമാണ് അഫ്ഗാനിസ്ഥാൻ കാഴ്ചവെക്കുന്നത് എന്നത് ഈ ഒരു ടീമിൽ 2 പേര് ഉൾപ്പെടുന്നതിലൂടെ അതും കൂടി ICC അംഗീകരിക്കുന്ന ഒരു രീതിയിലാണ് സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല, വളരെ രസകരമായ കാര്യം, ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ സെമിയിലെത്തിയ 2 ടീമുകളിൽ നിന്ന് ഒരു താരം പോലും ഇല്ല. ഫസ്റ്റ് ഘട്ടത്തിൽ പുറത്തായ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് 2 താരങ്ങൾ എന്നത് ഒരു വളരെ കൗതുകകരമായൊരു കാര്യമാണ്. അത് അവരുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് അതിലൊരു അത്ഭുതം തോന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, കപ്പ് നേടിയ രോഹിത് ശർമ്മയെ ക്യാപ്റ്റനായി ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അതിനെന്തായിരിക്കും കാരണം? അല്ല, അത് വ്യക്തമാണല്ലോ. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ കപ്പ് നേടി. പക്ഷേ പിന്നെ അദ്ദേഹത്തിൻ്റെ ടീമിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഇന്ത്യയിൽ നിന്ന് 6 താരങ്ങൾ, ഇന്ത്യൻ ടീമിൽ നന്നായി കളിച്ചിരുന്ന 6 താരങ്ങൾ ടീമിൽ എത്തിയിട്ടുണ്ട്. രോഹിത്തിൻ്റെ പ്രകടനം ഫൈനലിൽ മാത്രമാണ്. നമ്മളിപ്പം ഏറ്റവും അവസാനത്തെ ഈ ഓളത്തിൽ പറയുമ്പോൾ ഫൈനലിൽ രോഹിത് ഹിറ്റായിരുന്നു. പക്ഷേ അതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ നോക്കണമല്ലോ. റൺവേട്ടക്കാരിലെ 11ാം സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെക്കാൾ മികച്ച രീതിയിൽ കളിച്ച താരങ്ങളുണ്ട്. ഓപ്പൺ സ്ലോട്ടിലേക്ക് രച്ചിൻ രവീന്ദ്രയും പിന്നെ അഫ്ഗാൻ്റെ സദ്രാനും വന്നത്, ഇവർ രണ്ടുമാണ് വന്നത്. അപ്പോൾ പിന്നെ രോഹിത്തിനോട് പിന്നെ ചാൻസ് അവസരം കിട്ടാനില്ല. മികച്ച ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റൻ സാൻഡറും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രോഹിത്തിൻ്റെ പ്രകടനം ഒരു മത്സരത്തിൽ മാത്രമാണ് തിളങ്ങിയത്. ഒരു 150 റൺ ആവറേജിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ടീമിൽ ഇടം കിട്ടാതെ പോയത്. പക്ഷേ മികച്ച രീതിയിൽ കളിച്ച ഇന്ത്യയിലെ 6 താരങ്ങൾക്കും പിന്നെ ടീമിൽ ഇടം കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ പല മത്സരങ്ങളിലും ബാറ്റിങ്ങിലും മോശമാണെങ്കിൽ പോലും, മോശം എന്ന് പറയാൻ കഴിയില്ല, ഒരു വലിയ ഇന്നിങ്സുകൾ ഒരു ഓപ്പണർ ടീമിന് വേണ്ടി കാഴ്ചവെക്കേണ്ട തരത്തിലുള്ള ഒരു വലിയ ഇന്നിങ്സ് ഫൈനലിൽ മാത്രമാണ് വന്നത് എന്നുള്ളത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ മറുവശത്ത് ഇപ്പോൾ സാന്നർ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സാന്നറാണ് ക്യാപ്റ്റൻ. അത് എന്തുകൊണ്ടായിരിക്കും രോഹിത്തിന് പകരം സാന്നറെ ക്യാപ്റ്റനായിട്ട് എടുക്കാനുള്ളത്? ICC പിന്നെ ബെസ്റ്റ് 11 തിരഞ്ഞെടുക്കുമ്പം ആ 11 നമ്പറുകളിലേക്കും ആ നമ്പറിനനുസരിച്ചാണ് ബോളർമാരെയും ബാറ്റ്സ്മാൻമാരുടെയും ഓരോ നമ്പറിന് ഫിറ്റ് ചെയ്യുന്ന താരങ്ങളാണല്ലോ കൂടുതൽ നോക്കുന്നത്. ഇപ്പം നമുക്ക് എടുത്ത ടീമിൽ നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ രോഹിത്തിൻ്റെ പിന്നെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി ഒരു താരത്തെ ടീമിലേക്ക് എടുക്കുന്ന രീതി ICC ഇങ്ങനെ ബെസ്റ്റ് 11 പ്രഖ്യാപിക്കുമ്പോൾ ഇതൊരു ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വന്നത്. സാന്നർ 9 വിക്കറ്റുമായിട്ട് പിന്നെ മികച്ച എക്കോണമിയിൽ ബോൾ പറഞ്ഞ സാന്നർ ടീമിലുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ അവസരം വന്നപ്പം പിന്നെ ടീമിൽ റണ്ണേഴ്സ് അപ്പായ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്. ആ ഒരു നായകത്തിൻ്റെ ന്യൂസിലൻഡ് അറിയാം നമുക്ക്, ഇന്ത്യയോട് മാത്രമാണ് 2 കളി തോറ്റത്. ബാക്കി എല്ലാ കളിയിലും മികച്ച രീതിയിൽ തന്നെയാണ് സാന്നർ ടീമിനെ നയിച്ചത്. അപ്പം ആ ക്യാപ്റ്റൻസിക്ക് ഒരു താരം അവിടെ ഉണ്ട്. ഒരു ക്യാപ്റ്റനാക്കിയിട്ട് വേണ്ടി മാത്രം നമ്മൾ സ്ലോട്ട് താരത്തിന് ടീമിലേക്ക് എടുക്കാൻ വേണ്ടി ICC തയ്യാറാവില്ല. അത് തന്നെയാണ് രോഹിത്തിന് തിരിച്ചടിയായത്. തീർച്ചയായും നമ്മൾ ഓപ്പണിംഗിലേക്ക് വരുന്ന സമയത്ത് ന്യൂസിലാൻഡിന്റെ രച്ചിൻ രവീന്ദ്ര, അദ്ദേഹം മികച്ച ഇന്നിങ്സുകളാണ്. 2 സെഞ്ചുറി നേടിയിട്ടുണ്ട്. 62.75 ആണ് അദ്ദേഹത്തിന്റെ ആവറേജ്. 251 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ടൂർണമെന്റിലെ മികച്ച താരവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ICCക്ക് ചാമ്പ്യൻസ് ട്രോഫി 11 പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യ പൊസിഷനിൽ ആരാണ് എന്നതിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വേണം നമ്മൾ കരുതാൻ. അദ്ദേഹം മികച്ച ഓൾറൗണ്ടർ പ്രകടനമായിരുന്നു ടീമിൽ. നമുക്ക് ഫൈനൽ ഉൾപ്പെടെ അറിയാം. വിക്കറ്റുകൾ പിന്നെ ബോൾ ചെയ്ത് വിക്കറ്റ് എടുക്കുന്നത് അറിയാലോ. മികച്ച ഓൾറൗണ്ടറായിട്ടാണ് പിന്നെ രച്ചിൻ രവീന്ദ്ര ഈ ടൂർണമെൻറ്റിലുടനീളം കളിച്ചത്. അപ്പം ഏകദേശം ഈ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ വരുന്നത് നമുക്ക് ഉറപ്പായിരുന്നു. നമുക്കറിയാം ഗില്ലിനെ പോലുള്ള താരങ്ങൾ ആദ്യത്തെ 2 മത്സരം തിളങ്ങി. പിന്നെ ഗില്ലായിരുന്നു ഈ പിന്നെ സ്ലോട്ടിലേക്ക് ഒരു വെല്ലുവിളി ഉയർത്തേണ്ടത്. ഗില്ലിന് അത് സാധിച്ചിട്ടില്ല. അവസാന മത്സരങ്ങളിലാകുമ്പോൾ രവീന്ദ്ര അത് കൃത്യമായിട്ടാണ്. നമ്മൾ ഫൈനൽ നടക്കുമ്പോഴും നമ്മൾ പേടിച്ചിരുന്ന താരം രച്ചിൻ രവീന്ദ്രയാണ്. നമുക്ക് ഉറപ്പായിരുന്നു മികച്ച ഒരു താരമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ ആ പ്രകടനത്തിന് ICC വില കൊടുത്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് 1ാം നമ്പറിലേക്കാണ് കിട്ടിയത്. തീർച്ചയായും. ഇപ്പോൾ 2ാമത് വന്നിട്ടുള്ളത് ഇബ്രാഹിം സദ്റാനാണ്, അഫ്ഗാനിസ്ഥാന്റെ താരം. നമ്മൾ ഇപ്പോൾ റൺവേട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡക്കറ്റ് അതുപോലുള്ള താരങ്ങളൊക്കെ ആ രീതിയിൽ റൺവേട്ട ഉണ്ടെങ്കിൽ പോലും സദ്റാനെ ആണ് സെലക്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ടീമിന് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, അതുപോലെ ടീമിന് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൂടി അതിൽ തീർച്ചയായും നമുക്കറിയാം. പിന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ അടിച്ച ഒരു ഏറ്റവും ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും മികച്ച വ്യക്തിഗത സ്കോറാണ് അദ്ദേഹം നേടിയത്. സദ്റാന്റെ ആ സെഞ്ചുറി വെടിക്കെട്ട് പ്രകടനമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ. ആ ഒരു ഇമ്പാക്റ്റ് ഒരു കുഞ്ഞൻ ടീം എന്നൊരു പരിവേഷത്തിൽ നിന്നും ഒരു മികച്ച ടീമായിട്ട്, ചാമ്പ്യന്മാരുടെ ടീമായിട്ട് തന്നെ അഫ്ഗാൻ മാറിയിട്ടുണ്ട് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച ആ ടീം. അപ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഏറ്റവും നന്നായിട്ട് ടീമിന് സംഭാവന ചെയ്തൊരു താരം സദ്റാൻ തന്നെയാണ്. അതിൻ്റെ ഒരു ഇത് തന്നെയാണ് അദ്ദേഹം കിട്ടിയിരിക്കുന്ന 2ാം നമ്പറിലേക്ക്. 72 ശരാശരിയിലാണ് അദ്ദേഹം ഈ ടൂർണമെൻറ്റിലൂടെ നേടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓപ്പണിംഗിൽ 2ാം നമ്പറിലേക്ക് വരുന്നത് യാതൊരു സംശയം ഉണ്ടായിരുന്നു. സദ്റാന സ്ലോട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. 1 ഡൗൺ ആയിട്ട് വിരാട് കോഹ്ലി വരുന്നു, യാതൊരു സംശയമില്ലാത്ത. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത്തും വിരമിക്കുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്
കോഹ്ലി 1 ഡൗൺ ആയിട്ട് ചാമ്പ്യൻസ് ട്രോഫിയുടെ മികച്ച 11ൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എനിക്ക് കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് നമുക്കറിയാം. പല സമയത്തും ടീമിന് വേണ്ടത് എന്താണ്, ഇപ്പോൾ പാകിസ്ഥാനെതിരെ നേടിയ ഒരു സെഞ്ചുറിയും ഒക്കെ ആയിട്ട് ഒരു എന്താണോ ടീമിന് വേണ്ടത് അത് കൃത്യമായ സമയത്ത് കൊടുക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞു എന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ? തീർച്ചയായും. നമ്മളിപ്പം രചിൻ രവീന്ദ്ര 2 സെഞ്ചുറി പറഞ്ഞു. കോഹ്ലിയുടെ പറയുമ്പോൾ നമുക്ക് ഒരു സെഞ്ചുറി മാത്രമേ ഉള്ളൂ. പക്ഷേ സെഞ്ചുറിയോളം പോകുന്ന പ്രകടനം അദ്ദേഹം സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെയും നടത്തിയിരുന്നു. 84 റൺസ് നേടിയിട്ട് ആ ഇന്നിങ്സ്. അപ്പം ഇപ്പോൾ സൈഫ് പറഞ്ഞത് തന്നെയാണ്, നിർണായക ഘട്ടങ്ങളിൽ നിർണായക പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ്. 1 ഡൗണിൽ ഈ ടൂർണമെൻറ്റിൽ മികച്ച രീതിയിൽ കളിച്ചൊരു താരം കോഹ്ലി തന്നെയാണ്. അദ്ദേഹം 218 റൺസാണ് ഈ ടൂർണമെൻറ്റ് ഉടനീളം എടുത്തത്. അത് ഈ പറഞ്ഞ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെയാണ് വരുന്നത്. പിന്നെ ഈ ടൂർണമെൻറ്റിൽ തന്നെ 14,000 റൺസ് എന്ന ഏകദിനത്തിൽ ഒരു കടമ്പയും കൂടെ അദ്ദേഹം കടന്നിട്ടുണ്ട്. ആ ഒരു മാസ്റ്റർ, ഒരു പിന്നെ നമ്മുടെ ഏകദിന ക്രിക്കറ്റിലെ രാജാവ് കിങ് കോഹ്ലി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ വയസ്സിൽ നമ്മളിപ്പം പറഞ്ഞ വിരമിക്കുമെന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോഴും അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 1 ഡൗണിലേക്കുള്ളത് യാതൊരു സംശയമില്ലാണ്ട് കോഹ്ലിക്കും ലോകയാൻ വേണ്ടി പറ്റി. പിന്നെ അടുത്തത് വരുന്നത് 4-മതാണ്. 4-മത് എനിക്ക് തോന്നുന്നത് ഇത് ICC ഒരു സംശയവും കൂടാതെ വേറൊരു മത്സരം ഒരു കോമ്പറ്റീഷനും ഇല്ലാതെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ലോട്ട് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ശ്രേയസ് അയ്യരാണ് വന്നിട്ടുള്ളത്. ശ്രേയസ് അയ്യർ 243 റൺസ് നേടിയിട്ടുണ്ട്. 48.6 ശരാശരിയിൽ 2 അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. നമുക്ക് ഈ പരമ്പര നോക്കിയാൽ ഇന്ത്യയുടെ ഈ ജൈത്രയാത്രക്ക് ഒരു മത്സരവും തോക്കാതെ പോയ മത്സരത്തിൽ ഈ ടൂർണമെന്റിൽ എല്ലാ മത്സരത്തിലും ഒരു മത്സരത്തിൽ ഒഴിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാവരും നിർണായക സംഭാവന നൽകിയത് ശ്രേയസ് അയ്യറാണ്. പിന്നെ ടോപ്പ് ഓർഡർ വീണപ്പോഴും പിടിച്ചു തന്നത്, അക്ഷർ പട്ടേലിനെയും രാഹുലിനെയും കൂട്ടി നിർത്തി കോഹ്ലിക്കൊപ്പഴും ഇന്നിങ്സ് ബിൽഡ് ചെയ്തത്, ടീമിന് യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ എല്ലാ മത്സരത്തിലും വിജയത്തിലേക്ക് അടുപ്പിച്ചത് ശ്രേയസ് അയ്യർ തന്നെയായിരുന്നു. തീർച്ചയായും ഇന്ത്യയുടെ മധ്യനിര ഓവറുകളിൽ ഒരു പാറ പോലെ ഉറച്ചു നിന്നു ശ്രേയസ് എന്ന് തന്നെ പറയേണ്ടി യാതൊരു സംശയമില്ല അതിൽ. അതാണ് 4-ാം നമ്പറിൽ ഇപ്പം ഇന്ത്യക്കും ഈ ICC പിന്നെ ടീമിൽ മാത്രമല്ല ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു, ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് 4-ാം നമ്പർ ഒരു സ്ലോട്ട് നമുക്ക് ആര് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു. പണ്ട് യുവരാജൊക്കെ കളിച്ചിരുന്ന സ്ലോട്ട് ആര് കളിക്കുന്ന സംശയം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ശ്രേയസ് അയ്യർ ഇംഗ്ലണ്ടിനെതിരെ പരമ്പരയിലും ഈ ചാമ്പ്യൻസ് ട്രോഫിയിലുമായിട്ട് അത് തെളിയിച്ചു കഴിഞ്ഞു. 4-ാം നമ്പറിലേക്ക് ഇനി മറ്റൊരു താരത്തെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാനിവിടെ ഉണ്ടെന്ന്. അത് അദ്ദേഹത്തിൻ്റെ ഫോമിൽ തരുന്നു. നമ്മൾ ടീമിന് പുറത്തായ ഒരു താരം പല അച്ചടക്കങ്ങളിലൊക്കെ നേരിട്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ടീമിന് പുറത്തു പോകേണ്ടി വന്നു. അവിടുന്ന് ആ ടീമിൻ്റെ ഡോറിലേക്ക് പിന്നെ ചവിട്ടി തുറന്നു തന്നെ പറയാം. അങ്ങനെ വന്നിട്ട് അതവിടെ ആ കസേര ഇനി വേറെ ആർക്കും വേണ്ടതെന്ന് ഇരിക്കുകയാണ്. അത് ICC അംഗീകരിച്ചു കഴിഞ്ഞു. 4-ാം നമ്പറിലേക്ക് ശ്രേയസ് അയ്യർ തന്നെയാണ് ഈ പറഞ്ഞത്. 250 അത് 250 മാത്രം പറഞ്ഞപ്പോൾ എല്ലാ മത്സരത്തിലും പിന്നെ നിർണായകമായ റണ്ണായിരുന്നു അദ്ദേഹം നേടിയ ഓരോ റണ്ണും. ടീമിന് വിലപ്പെട്ടതായിരുന്നു. അതിൻ്റെ ഇതാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും അടുത്ത പൊസിഷനിൽ വരുന്നത് KL രാഹുലാണ്. ഇത് 5-മത് KL രാഹുലിനെ ചാമ്പ്യൻസ് ട്രോഫി 11ൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഇന്ത്യ പലപ്പോഴും 6-മനായിട്ടാണ് KL രാഹുലിനെ ഉപയോഗപ്പെടുത്തിയത്. അതൊരു സ്ട്രാറ്റജി കൂടി ആയിരുന്നില്ല. കാരണം മികച്ച ഇന്നിങ്സുകളാണ് ഇപ്പോൾ 30-40 റൺസ് ആണെങ്കിലും ആ രീതിയിലാണെങ്കിലും സ്കോർ ചെയ്യുന്നതെങ്കിലും പലപ്പോഴും ടീമിന്റെ വിജയത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്രകടനം KL രാഹുൽ നടത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ ചാമ്പ്യൻസ് ട്രോഫി 11ലെങ്കിലും അദ്ദേഹത്തിന് 5-മത്തെ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടി എന്നതൊരു വളരെ നല്ല കാര്യമല്ലേ? തീർച്ചയായും. നമ്മൾ 4-ാം നമ്പറിൽ 5-ാം നമ്പറിലൊക്കെയത് അക്ഷർ പട്ടേലിനായിരുന്നു. അതൊരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനായിട്ട് അക്ഷർ പട്ടേൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ICC ടീമിൽ ഇപ്പം ഈ നമ്പറിലേക്ക് രാഹുൽ എത്തിയിട്ടുണ്ട്. വിക്കറ്റ് കീപ്പറായിട്ട് തന്നെയാണ് രാഹുൽ ടീമിൽ ഇടം പിടിച്ചത്. നമ്മളീ പറയുമ്പോൾ 40 റണ്ണാണ് അദ്ദേഹത്തിന് ഹൈ സ്കോർ വരുന്നത് ഈ ടൂർണമെൻറ്റിൽ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എല്ലാ മത്സരത്തിലും അദ്ദേഹം ഈ 30-നും 40-നും ഇടയിലുള്ളത് നല്ല രീതിയിൽ റൺ എടുത്തിട്ടുണ്ട്. നോട്ട് ഔട്ടായിരുന്നു കൂടുതൽ. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ടീമിനെ വിജയത്തിലേക്ക് അടുപ്പിച്ചതും വിജയ നിമിഷത്തിലും കൂടുതൽ ക്രീസിലുണ്ടായിരുന്നത് രാഹുൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വിക്കറ്റുകൾ മുൻനിര പിന്നെ വിജയത്തിനോട് അടുപ്പിച്ചിട്ടായാലും അല്ലെങ്കിലും വിക്കറ്റ് വീഴുന്ന സമയത്ത് ശ്രേയസ് അയ്യർക്കൊപ്പവും അക്ഷർ പട്ടേലിനൊപ്പം പിടിച്ചു വന്നത് രാഹുൽ തന്നെയാണ്. ആ ഒരു മികച്ച ഇന്നിങ്സ് ഒരുപക്ഷെ ഇടക്കാലത്ത് ടീമിൽ നിന്ന് പുറത്തു പോയൊരു താരം കൂടിയാണ്. ഇനിയിപ്പം ഒരു മടങ്ങി വരവ് ഉണ്ടാവില്ലെന്ന് കരുതിയൊരു താരം കൂടിയാണ്. ഓപ്പണിംഗറായി ഇറങ്ങി കളിച്ചുകൊണ്ടിരുന്ന താരമാണ്. പല നമ്പറുകൾ ഇപ്പം നമ്മൾ പറഞ്ഞാൽ 5-ാം നമ്പറിൽ ഇറങ്ങുന്ന കരുതി ഇപ്പോൾ 6-ാം നമ്പറിൽ ഇറങ്ങേണ്ടി വന്നൊരു താരമാണ്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ ബാധിച്ചിരുന്നില്ല. ടീമിന് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ രാഹുലിന് പറ്റിയിട്ടുണ്ട്. ആ ഒരു പിന്നെ വിക്കറ്റ് കീപ്പിങ്ങിലും സ്റ്റമ്പിന് പുറത്തും പിറകിലും അദ്ദേഹത്തിന് നന്നായിട്ട് പിന്നെ പെർഫോം ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു ഫലം ഇപ്പം ICC ടൂർണമെൻറ്റ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴും കിട്ടിയിരിക്കുകയാണ്. അതെ, 6-മത്തെ പൊസിഷനിലുള്ള താരത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യം, ഒരു കംപ്ലീറ്റ് ക്രിക്കറ്റർ എന്ന് തന്നെ പറയേണ്ടി വരും. ഗ്ലെൻ ഫിലിപ്സ് ഈ ടൂർണമെന്റിൽ 177 റൺസ്, 59 ശരാശരിയിൽ, 2 വിക്കറ്റ്, 5 ക്യാച്ചുകൾ, അതിൽ 3 ക്യാച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ക്യാച്ചാണ്. അതെ, അതൊരു സാധാരണ ഈ കിവികൾ പറക്കാറില്ല എന്നാണ് പറയാറെന്ന് തോന്നുന്നത്. പക്ഷെ ശരിക്കും ഒരു പറക്കുന്ന ഒരു കിവി തന്നെയാണെന്ന് ഒരു കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കഴിഞ്ഞ 2 വിക്കറ്റുകൾ കോഹ്ലിയുടെ വിക്കറ്റും ഫൈനലിലെ ക്യാച്ച് ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് എന്ത് സംഭവിച്ചത്. ഗില്ലിന്റെ ക്യാച്ചാണ്, എന്ത് സംഭവിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരു മനുഷ്യൻ തന്നെയാണ് ഈ പറയുക. പണ്ട് നമ്മൾ ജോണി റോഡ്സിന്റെയും കൈഫിന്റെയും യുവരാജിന്റെ ഒക്കെ പറയുന്നതാണ്
അവരൊക്കെ ആ പ്രകടനത്തിനെ അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അല്ല, ഒരു തവണയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക, അത് ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിങ്ങിന്റെ കാര്യത്തിൽ ഒരു ഇതിഹാസം തന്നെയാണ് അദ്ദേഹം എന്ന് ജോണി റോഡ്സിനെ പോലെയൊക്കെ അറിയപ്പെടുന്ന ഒരു താരമായി ഗ്ലെൻ ഫിലിപ്സ് മാറും എന്നത് ഇപ്പൊ തന്നെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ആ ഫീൽഡിംഗിൽ അദ്ദേഹത്തിന്റെ അടുത്തൂടെ ഈ ഏറ്റവും മികച്ച ടീം ഫീൽഡിംഗ് ടീം ന്യൂസിലാൻഡ് ആയിരുന്നല്ലോ ഈ ടൂർണമെന്റിൽ. അതിന്റെ ഈ ഫീൽഡിംഗ് ടീം ഏറ്റവും മികച്ച ടീം ന്യൂസിലാൻഡ് ആണെങ്കിൽ അതിന്റെ നായകൻ ഗ്ലെൻ ഫിലിപ്സ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി വില്യംസ് നമ്മൾ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഈ വില്യംസിനേക്കാളും ഈ പറഞ്ഞ പോലെ തന്നെ 5 ക്യാച്ചിൽ 2-3 ക്യാച്ചുകൾ ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്യാച്ചുകളായിട്ട് പിന്നെ ടീമിൻ്റെ വിജയത്തിലേക്ക് അത് സംഭവം നൽകിയില്ലെങ്കിൽ പോലും അത് നിർണായകമായിരുന്ന ക്യാച്ചുകളാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ബോളർ സഹതാരങ്ങൾ വരെ 20-30 ചാൻസുകൾ മാത്രം ആ ഒരു എടുക്കാൻ അത്രയും ചാൻസ് ഉള്ള ക്യാച്ചുകളാണ് അദ്ദേഹം 100% ഒരു ക്യാച്ചാക്കി മാറ്റുന്നത് എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. അത് ടീമിന് കൊടുക്കുന്ന ഒരു ഇമ്പാക്ട്. കോഹ്ലി ഗ്രൂപ്പ് പടത്തിൽ മനസ്സിലായി വിക്കറ്റ് കഴിഞ്ഞിട്ട് പോയിട്ട് ഡക്കൗട്ടിൽ ഇരുന്നിട്ട് ആ വിക്കറ്റ് ക്യാച്ച് കണ്ടിട്ട് എങ്ങനെ മനസ്സിലാവാതിരിക്കുന്ന ടീം തന്നെ ഇപ്പൊ എതിരാളികൾ തന്നെ പതറി പോകുന്ന നിമിഷങ്ങളാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്തരം ക്യാച്ചുകളിലൂടെ എതിരാളികളുടെ മേലൊരു മാനസികമായിട്ടൊരു ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ന്യൂസിലാൻഡിനെ ഫൈനൽ വരെ എത്തിച്ചത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ ഇനി നമുക്ക് ബൗളർമാരുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ അസ്മത്തുള്ള ഒമർസായി വരുന്നുണ്ട്. അദ്ദേഹം 7 വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത്. ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് വീഴ്ത്തിയിരുന്നത്. അഫ്ഗാനിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ പെർഫോമൻസിൽ ഒരു മികച്ച ഒരു പ്രകടനം അദ്ദേഹത്തിന് നടത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ മിച്ചൽ സാന്റ്നറാണ് അടുത്തത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഷമിയുടെ ഒരു പ്രകടനം ഒരുപാട് വിലയിരുത്തേണ്ടി വരും. ഇപ്പൊ ആദ്യ മത്സരത്തിൽ 5 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തു. പിന്നീട് ഉള്ള മത്സരങ്ങളിലെല്ലാം അദ്ദേഹത്തിന് 4 വിക്കറ്റാണ് വീഴ്ത്താൻ കഴിഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓവറോൾ ബൗളർമാരുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ മാറ്റ് ഹെൻറിയാണ് 10 വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത്. 9 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടായിരിക്കില്ലേ നമ്മൾ ഈ പറഞ്ഞ തന്നെ ഈ മറ്റു ഹെൻറി ഉൾപ്പെടെയുള്ള താരങ്ങള് ഹെൻറി 5 വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ദുബായിലെ പിച്ച് തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള വിക്കറ്റുകൾ വന്നത് നമുക്കറിയാം പാകിസ്ഥാനിലെ പിച്ചുകളായിരുന്നു. സ്പിന്നെ തുടക്കുന്ന ഒരു പിച്ചായിരുന്നു ദുബായിൽ ഷമി കളിച്ച മത്സരങ്ങളെല്ലാം. അവിടെ നിന്ന് 9 വിക്കറ്റ് പറയുമ്പോൾ മികച്ച ഇക്കോണമിയിലാണ് അദ്ദേഹം ബോൾ എറിഞ്ഞത്. ഈ സ്പിന്നെ തുടക്കുന്ന പിച്ചിൽ പരമാവധി ബാറ്റ്സ്മാരെല്ലാം തല്ലുകൊണ്ടിരുന്നായിരുന്നു, ഷമി ഉൾപ്പെടെ. പിന്നെ അവസാന 2 മത്സരങ്ങളിൽ അവസാന സ്പെല്ലിലായിരുന്നു ഷമി തല്ല് കിട്ടിയത്. പക്ഷേ ആദ്യ സ്പെല്ല് മികച്ച രീതിയിൽ എറിയാൻ വേണ്ടി ഷമിക്ക് പറ്റിയിട്ടുണ്ട്. എതിരാളികളെ മാനസികമായി തളർത്താനും ഒരു ഫസ്റ്റത്തിന് ഒരു ആധിപത്യം കൊടുക്കാതെ പവർ പ്ലേയിൽ മികച്ച രീതിയിൽ എറിയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. 9 വിക്കറ്റ് വന്നത് അങ്ങനെയാണ്. ആ വിക്കറ്റിനുള്ള എണ്ണത്തിനേക്കാളും അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയായിരുന്നു, ആ ടീമിന് നൽകിയ സംഭാവന കൂടി നോക്കണം എല്ലാ സിറ്റുവേഷനിൽ. അപ്പം അത് പ്രധാനപ്പെട്ടാണ്. പിന്നെ നമ്മൾക്കറിയാം ബൂമറയുടെ ഭാഗത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ പേസ് നിരയെ നയിച്ചത് ഷമിയായിരുന്നു. അത് മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. 4 സ്പിന്നർമാരെ കളിച്ച ടീമിൽ ഒരു സ്പെഷ്യലിസ്റ്റ് പേസർ ഷമി മാത്രമായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ആയിരുന്നല്ലോ 3 മത്സരങ്ങളിൽ കളിച്ചത്. തീർച്ചയായും. ഇപ്പോൾ അടുത്തത് 10ാമനായിട്ട് വരുന്നത് മാറ്റ് ഹെൻറിയാണ്. മാറ്റ് ഹെൻറിയുടെ പെർഫോമൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫൈനൽ മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഇപ്പോൾ ആദ്യ മത്സരത്തിൽ ദുബായിൽ ഇന്ത്യക്കെതിരെ അദ്ദേഹം 5 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. ഫൈനലിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ മിസ് ചെയ്യുകയും ചെയ്തിരുന്നു. 11ാമത്തെ പൊസിഷനിൽ വരുന്നത് വരുൺ ചക്രവർത്തിയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്രാഥമിക ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ടീമിലൊന്നും ഇല്ലാതെ ഉൾപ്പെടുത്തിയതിന് വിമർശനങ്ങൾ കേട്ട, ജയ്സ്വാളിന് പകരം ഓപ്പണറായിട്ട് വരുൺ ചക്രവർത്തി ഇറക്കുമോ എന്ന് വരെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കേട്ട ഒരു താരം. ചാമ്പ്യൻസ് ട്രോഫിയിൽ വെറും 3 മത്സരങ്ങൾ മാത്രം കളിച്ചൊരു താരം. എന്നിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയത്. അപ്പം അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ടായിരുന്നു 9 വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കറിയാം പിന്നെ 4-5-3 എക്കോണമി വരുൺ ചക്രവർത്തിയുടെ വരുന്നത്. ന്യൂസിലാൻഡിനെതിരെ കളിച്ച മത്സരങ്ങൾ 2 മത്സരങ്ങൾ തന്നെ ഫൈനലും ഗ്രൂപ്പ് ഘട്ടത്തിൽ നോക്കിയത്. ഓസ്ട്രേലിയക്കെതിരെയാണ് പിന്നെ കളിച്ചത് 9 വിക്കറ്റ് വന്നത്. അതിൽ ആദ്യത്തെ ന്യൂസിലാൻഡിനെതിരെ മത്സരം നിന്ന് നോക്കിയാൽ മതി ചക്രവർത്തി എന്താ ഇമ്പാക്റ്റാണ് ടീമിനുണ്ടാക്കിയത്. ഫൈനലിലേക്ക് ടീമിനെ എത്തിക്കുന്നതിലും ഫൈനലിലേക്ക് ഇടന്നിടത്തിലും വരുൺ ചക്രവർത്തി പിന്നെ ഒരു റോള് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു റോളാണ്. മികച്ച രീതിയിൽ പന്തെറിഞ്ഞു, പിന്നെ ബാറ്റ്സ്മാൻമാരെ പ്രതിരോധത്തിലാക്കി, വട്ടം കറക്കി, വിക്കറ്റുകൾ വീഴ്ത്തി. അതിൻ്റെ ഒരു തന്നെയാണ് ആ 3 മത്സരങ്ങളിൽ നിന്ന് ഈ ടീമിലേക്ക് എത്തിയത്. എനിക്കൊന്നും ഇത്രയും ചെറിയ മത്സരങ്ങൾ എന്ന ടീമിൽ മറ്റു താരങ്ങൾ ആരും ഉണ്ടെന്ന് തോന്നില്ല. അഫ്ഗാൻ താരങ്ങളുണ്ട്, പിന്നെ ബോളർമാരും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ 11 താരങ്ങളുടെ വിവരങ്ങൾ നമ്മൾ പറഞ്ഞു, അവരുടെ പെർഫോമൻസും പ്രകടനമൊക്കെ നമ്മൾ വിലയിരുത്തി. അവസാനമായിട്ട് 12ാമനായിട്ട് അക്സർ പട്ടേലിനെ കൂടി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അക്സർ പട്ടേൽ ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഇന്ത്യക്ക് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അവിടെ ഒരു നിർണായകമായി മാറിയിട്ടില്ലേ? തീർച്ചയായും. നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വന്നത് പിന്നെ ഈ 2-3 ഇന്നിങ്സുകളിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തുടങ്ങി നമ്മുടെ സ്പിന്നർമാരിലെ ടീമിൽ സ്പിൻ ഓൾറൗണ്ടർമാരുടെ ടീമായിരുന്നല്ലോ. അപ്പം പലപ്പോഴും KL രാഹുൽ നമ്മൾ പറഞ്ഞു KL രാഹുൽ മുന്നിലിറങ്ങിയിട്ട് ആ പിന്നെ 5ാം നമ്പറിൽ പൊസിഷനിൽ അത് മികച്ച രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് അക്സർ പട്ടേലിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗുണം തന്നെയാണ് ഈ കാണുന്നത്. തീർച്ചയായും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ന്യൂസിലാൻഡിൻ്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യം, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു സാന്നിധ്യം കൂടിയാണ് ചാമ്പ്യൻസ് ട്രോഫി 11 നമ്മൾ കണ്ടത്. തീർച്ചയായും.